ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രായോഗികമായ ബജറ്റ് എന്നാണ് ബാലഗോപാലിന്റെ വിശേഷണം. ഒരു സ്വപ്ന ബഡ്ജറ്റ് അല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, വളരെ പ്രായോഗികതയുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് പറയുകയാണ്. തെരഞ്ഞെടുപ്പിന് കേവലം 100 ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ 100-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ശമിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഘടനാപരമായി വിവിധ വിഭാഗങ്ങളുടെ കയ്യിൽ പണം നേരിട്ടേൽപ്പിക്കാൻ ഒക്കുമെങ്കിൽ, അങ്ങനെ അല്ല എങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു പ്രതീതി ബഡ്ജറ്റിലൂടെ ജനറേറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ഏതാണ്ട് 2 മണിക്കൂറും 55 മിനിറ്റ് എടുത്ത് വിശദമായി അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഇവിടെ ശ്രീ വി.ഡി. സതീശൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലുക്ക്, ജനുവരി അവസാനം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ പദ്ധതി ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി എത്ര ശതമാനമാണ് ചെലവഴിച്ചത്? 38, അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് കേവലം 38% മാത്രമാണ് ഇപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ നാളിതുവരെ ചെലവഴിച്ചത്. പരമാവധി അടുത്ത 2 മാസം കൂടി ചേർത്താലും പരമാവധി 50% കവിയാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് എന്ത് അർത്ഥം? വലിയ ധവളപത്രം തന്നെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു ധവളപത്രം തന്നെ ഗവൺമെന്റിന്റെ, അതായത് പ്രോഗ്രസ് കാർഡ്, ബഡ്ജറ്റ് ഒരു പ്രോഗ്രസ് കാർഡ് കൂടിയാണല്ലോ. KN ബാലഗോപാൽ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ആ പ്രഖ്യാപനങ്ങളകത്ത് വലിയൊരു കാര്യമെന്ന് പറയുന്നത് 90,000 കോടി രൂപയാണ് ഓൾറെഡി ക്ഷേമ പദ്ധതികൾക്കായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചത്. അപ്പോൾ UDF കാലഘട്ടത്തിൽ ചെലവഴിച്ചതിനേക്കാൾ എത്രയോ കൂടുതലാണ് എന്നൊരു നറേറ്റീവാണ്. അത് മാത്രമല്ല 62 ലക്ഷം പേരാണ് ക്ഷേമ പദ്ധതികളുടെ, അതായത് 2,000 രൂപ വാങ്ങുന്ന മാസം കിട്ടുന്ന 62 ലക്ഷം പേർ. പിന്നീട് അഡീഷണലായി ഒരു 31 ലക്ഷം പേര് കൂടിയുണ്ട് 1000 രൂപ കാറ്റഗറി, അതായത് ഈ മറ്റ് ക്ഷേമ പദ്ധതികളിലെങ്ങും ഉൾപ്പെടാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉണ്ട് 1000 രൂപ. അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് 1 കോടിയോളം സംസ്ഥാനത്തെ സംവിധായകരുടെ 1/3 ടച്ച് ചെയ്യുന്ന, നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ പണം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിന് അമാന്തിക്കണം? അത് നൽകുന്ന ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് വോട്ട് ചെയ്തുകൂടാ എന്നൊരു യുക്തി, അത് ലളിത യുക്തിയാണോ അതോ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുന്ന കേരള സമൂഹത്തിലെ വോട്ടർമാരാണോ എന്നതാണ് ചോദ്യം. ഇവിടെ നോക്കൂ, വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ഉദ്ദേശിച്ച പ്രഖ്യാപനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടുക, 2000-ൽ നിന്നും ഏറെ വർദ്ധിപ്പിക്കുക, 2500. അത് പോൾ പ്രോമിസ് ആയിരുന്നു കഴിഞ്ഞ തവണ, അതുണ്ടായില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പെട്ടെന്ന് കൂട്ടിയതുമാണ്. പെട്ടെന്ന് 400 രൂപ കൂട്ടി. അതേസമയം അംഗൻവാടി വർക്കർമാരുടെയും ആശാ വർക്കർമാരുടെയും വേതനത്തിൽ 1000 രൂപയുടെ പ്രതിമാസ വർധനയുണ്ടായി എന്നത് തീർച്ചയായും 2 പ്രാവശ്യമായി വർദ്ധിച്ചപ്പോൾ ഒരു ന്യായമെന്ന് തോന്നാവുന്ന രീതിയിൽ അവർ ഇത്രയും പ്രക്ഷോഭം നടത്തി ഉടനടി വർദ്ധിപ്പിച്ചില്ല എങ്കിലും 2 ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ചു. അത് മേന്മയുള്ളതായിട്ട് തോന്നാം. അതുമാത്രമല്ല, ഇതിനകത്തൊരു പൂർണ്ണമായി ഇതൊരു നിരാശപ്പെടുത്തുന്ന ബഡ്ജറ്റ് എന്ന് പറയാനാവില്ല. കാരണം ഇതിൽ അടിസ്ഥാന സൗകര്യത്തിന് കാര്യമായ ഊന്നൽ നൽകുന്നതായി കാണുന്നു. അതിലൊരു കാര്യമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം, ചവറ, കൊച്ചി ആ ഒരു മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് പിന്നെ അത് റിസോഴ്സ് റിച്ച് ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് കരിമണൽ മേഖല ഉൾപ്പെടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് റെയർ എർത്ത് കോറിഡോർ എന്ന രൂപത്തിൽ കേരളത്തിന് വലിയ സമ്പത്താണ്. തീരദേശ മേഖലയിലെ റെയർ എർത്ത് സമ്പത്തിനെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യാനും അതിൻ്റെ മൊബിലിറ്റി ഉറപ്പുവരുത്താനുമുള്ള ഒരു പദ്ധതി, അത് വളരെ ലോജിക്കൽ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ്, അത് ഏത് രൂപത്തിൽ പേര് വിളിച്ചാലും, KRail എന്ന് വിളിച്ചാലും വേറെ ഏതെങ്കിലും രൂപത്തിൽ ഹിൽവ ലൈൻ എന്ന് വിളിച്ചാലും ശരി, ആ ട്രെയിൻ ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ് എന്ന് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ടോക്കൺ എമൗണ്ടായ 100 കോടി രൂപ അതിനുവേണ്ടി. പക്ഷേ ഏത് റെയിലാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, ഇതുവരെ അത് ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മറ്റൊന്നാണ് എന്നതാണ്. ഇപ്പൊ അതാണ് യുക്തി. എന്തിനാണ് ഇനി പ്രധാനമന്ത്രി? കാരണം ഇതിനൊക്കെ ധാരണാപത്രം ഉണ്ടാകണം, അലൈൻമെന്റ് ശരിയാകണം, ഇതൊന്നുമില്ല. പക്ഷേ 100 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഇച്ഛാശക്തി അവിടെ കാണുകയാണ്. അങ്ങനെ സമഗ്ര മേഖലയെ ടച്ച് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആഴത്തിൽ സ്പർശിച്ചു എന്ന് പറയാനാവില്ല. ടച്ച് ചെയ്തുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.